മോളെ മോള് കരയല്ലേ? നല്ല കുട്ടി, നമ്മുടെ ചക്കര കുട്ടി. നേരം ഒരുപാടായി. നിനക്ക് ഈ കുഞ്ഞിനൊന്ന് ശ്രദ്ധിച്ചൂടെ? ഞാനെന്റെ കമ്പോളത്തിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല. ശ്രീനിധൻ ഇപ്പൊ തന്നെ ലേറ്റായി. ഓ, ഇയാളിപ്പോ 5 മിനിറ്റ് ലേറ്റായി ആശുപത്രികളോടൊക്കെ പറഞ്ഞ് മരിക്കുമായിരിക്കും. നിന്റെ ഒരു ഉദ്യോഗം കുഞ്ഞോട് വാ, കുഞ്ഞോട് കരയില്ലേ, കുഞ്ഞോട് കരയില്ലേ. അമ്മയുടെ പൊന്നുമോളല്ലേ, മോള് കരയില്ലേ. കരയില്ലേ മോളെ, നല്ല കുട്ടി. സതീഷ്, ഞാനൊന്നും വരില്ലെന്ന് സിഎമ്മയോട് ഫോൺ ചെയ്ത് പറഞ്ഞേ. എന്താ ഡോക്ടർ ഹോസ്പിറ്റലിൽ പോണില്ലേ? പോകണ്ടെന്നല്ലേ ചേട്ടൻ പറയുന്നത്. ഈ നാട്ടിൽ കുട്ടികളുള്ളവരാരും ജോലിക്ക് പോകുന്നില്ലല്ലോ. ചേട്ടത്തി വേണേ പോയിക്കോളൂ, മോളെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. വേണ്ട, ഇനി അതിനും കൂടി വഴക്ക് കേൾക്കാൻ ഞാനില്ല. നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ? ഇല്ല. അതെന്താ? കുഞ്ഞു കരഞ്ഞ് ബഹളം ഉണ്ടാക്കി ശ്രീനീട്ടൻ പോകണ്ടെന്ന് പറഞ്ഞു. അവൻ അതൊക്കെ പറയാം. അദ്ദേഹത്തിന്റെ പഠിത്തം 10ാം ക്ലാസ്സും ഡ്രില്ലുമാ. നിന്റെ അച്ഛന്റെ ഔദാര്യം കൊണ്ട് ഇപ്പൊ മാനേജർ നമ്മൾ നടക്കുന്നതേ ഉള്ളൂ. അമ്മ ഇതെന്തൊക്കെയാണ് പറയുന്നത്? കേൾക്കുന്നവർക്ക് എന്ത് തോന്നും? കേക്കട്ടടി, എനിക്കാരും പേടിയൊന്നുമില്ല. നിന്റെ അച്ഛനെ ഞാൻ പേടിച്ചിട്ടില്ല. പിന്നെയാ അമ്മയ്ക്ക് വല്ലതും പറഞ്ഞിട്ടങ്ങ് പോയാ മതി. ഇവിടെ ജീവിക്കേണ്ടത് ഞാനാ. ഇത് നല്ല കൂത്ത്. നീ വല്ലവരുടെയും സൗജന്യത്തിലാണ് ഇവിടെ കഴിയുന്നത്. നിന്റെ MBBS അഡ്മിഷൻ കൊടുത്തതേ കുറച്ചൊന്നുമല്ല, 2 ലക്ഷമാ. ആരെ കേൾപ്പിക്കാനാ അമ്മ ഇതൊക്കെ പറയുന്നത്? ആര് വേണമെങ്കിലും കേക്കട്ടടി. ലക്ഷങ്ങൾ മുടക്കി നിന്നെ ഡോക്ടറാക്കിയത് ഇവിടെ ചടഞ്ഞിരുന്ന് കൊച്ചിനെ നോക്കാനല്ല, അതിന് വേലക്കാര് മതി. എന്റെ മോളിഞ്ഞു വാ. അമ്മൂമ്മയുടെ പഞ്ചാരമുളെവിടെ? അമ്മൂമ്മയുടെ ചക്രമുളെവിടെ? നോക്ക് അമ്മൂമ്മ, നോക്ക് എന്തൊക്കെയാ അറിയാമോ? ആ മോളുടെ അച്ഛൻ വന്നല്ലോ. മോളെ, താനും നേരത്തെ വന്നു. അതിന് ഞാനെങ്ങും പോയില്ലല്ലോ. അതെന്താ? പോകണ്ടെന്നായിരുന്നല്ലോ ഉത്തരവ്. എന്നൊന്നും ഞാൻ എന്റെ സെറ്റ് ഓവർകോട്ടും പിടിച്ച് വലിച്ചെറിഞ്ഞതിന്റെ അർത്ഥം എന്തായിരുന്നു? ഓ, അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഇതിനകത്തന്നെ പൂട്ടിയിടാമെന്നൊന്നും കരുതണ്ട. ഞാനേ നേരത്തെ വന്നത് താൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ്, വഴക്കിടാനല്ല. നന്നായി, വലിയൊരു ത്യാഗം. ആ, പോയൊരു ചായ എടുത്തുണ്ടോ? താൻ ചായ കുടിച്ചോ? കുടിച്ചോ? വേണ്ട, കൊഞ്ചിക്കണ്ട. ഇണക്കുരുവികളെ, യുവമിഥുനങ്ങളെ. അല്ല, ഈ വീട്ടിൽ ബെഡ്റൂം ഒന്നുമില്ലേ? അല്ലേ, സാറ് 10-20 കൊല്ലം സിംഗപ്പൂരും അലാസ്കയിലും ഒക്കെ ജീവിച്ചിട്ട് മാനേഴ്സ് പഠിച്ചില്ലല്ലേ? പുറത്ത് കോളിംഗ് ബെല്ല് വെച്ചിട്ടുണ്ട്. ഓ, ഐ ആം സോറി. നമ്മളെ കം. മേ ഐ കം ഇൻ? യെസ്, കം ഇൻ. ഞങ്ങൾ പിണങ്ങി പോകാൻ താൻ വിചാരിച്ചു. ഇന്ന് നേരത്തെ വന്നോ? ഇന്ന് പോയില്ല. 3 കാലത്ത് ഭയങ്കര വഴക്കായിരുന്നു. ജോസിമോളെ, താൻ പോയി 2 ഗ്ലാസും ഇച്ചിരി വെള്ളവും കൊണ്ട്. പിന്നെ എന്തെങ്കിലും അല്ലറ ചില്ലറ സ്നാക്സ്. കേട്ടോ ശ്രീനി, 20 വർഷം സിംഗപ്പൂരിൽ കഴിഞ്ഞു. ആ കാലം എത്ര രസകരമായിരുന്നു. ക്ലബ്ബ്, പാർട്ടി, ഡാൻസ്. സത്യം പറഞ്ഞ ലൈഫ് എൻജോയ് ആ കാലത്ത്. അത് കഴിഞ്ഞുള്ള ഈ മലമൂട്ടിലെ ജീവിതം അസഹ്യമായിരിക്കും അല്ലേ? എന്നല്ല, നഗരജീവിതം മടുത്തപ്പോ ഒതുങ്ങിയ ഗ്രാമജീവിതം കൊതിച്ച ഇവിടെ വന്നതും സെറ്റിൽ ചെയ്തു. അത് അബദ്ധമായി പോയി എന്നിപ്പോ തോന്നുന്നുണ്ടോ? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പ്രയാസമാണ്.
നഗരത്തിലെ മനുഷ്യരെക്കാൾ നന്ദിയും അനുസരണയും കാട്ടിലെ മൃഗങ്ങൾക്കുണ്ട്. അതൊരു പ്ലസ് പോയിന്റ്. ദിവസത്തിൽ 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഉറങ്ങാം. ബാക്കി 16 മണിക്കൂർ എന്ത് ചെയ്യുമെന്നതാണ് പ്രശ്നം. അതൊരു മൈനസ് പോയിന്റ്. എനിക്ക് വേണ്ട. ഡോണ്ട് ബി സില്ലി. ഞാൻ കൂടെ ഇരിക്കാം. ഒക്കില്ല, ഒരെണ്ണം കഴിക്കണം. ശരി, ഒരു പെഗ് കഴിക്കാം. ഒന്നിൽ നിർത്തരുത്. അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. എത്ര കഥ പറഞ്ഞാലും ശരി, ഒരു പെഗ് കൂടുതൽ ഞാൻ കഴിക്കില്ല. അപ്പൊ ചേഴ്സ്. ഇറ്റേടാ, വിമല വന്നില്ലേ? അകത്തുണ്ട്. വിളിക്ക്. കുഞ്ഞിന് ചോറ് വേണ്ടെന്ന്. വരണം, ഊണ് കഴിക്കാം. എഴുന്നേറ്റ് വരാൻ, എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശപ്പില്ല. എന്തു പറ്റി? ഒന്നും പറ്റില്ല. പിന്നെ ഇതെന്താ കള്ളുഷാപ്പം? ഇതൊരു വീടല്ലേ? അതിനിപ്പോ എന്താ ഇവിടെ ഉണ്ടായത്? അയാൾക്കും ഭാര്യയ്ക്കും കുടിച്ചു കൂത്താടണമെങ്കിൽ അവരുടെ വീട്ടിൽ വെച്ചായിക്കൂടെ? എന്ന് സന്ധ്യ ആകുമ്പോ കുപ്പിയും തൂക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരും. അയാൾ ഒറ്റയ്ക്കായതുകൊണ്ട് ഒരു കമ്പനിക്ക് വേണ്ടിയില്ല ഇങ്ങോട്ട് വരുന്നത്. എനിക്കത് ഇഷ്ടമല്ല. എന്ന് പറഞ്ഞാൽ നിന്റെ ഇഷ്ടം മാത്രമേ ഇവിടെ നടപ്പാക്കാൻ പറ്റുമോ? അപ്പൊ എന്റെ ഇഷ്ടത്തിന് ഇഷ്ടക്കേടിനും ഇവിടെ വിലയില്ല അല്ലേ? അയ്യോ, ഞാനും ഈ വീട്ടിൽ തന്നെ ജീവിക്കുന്ന ഒരു മനുഷ്യജീവിയാ. നാളെ വരട്ടെ കുപ്പിയും കൊണ്ട്, ഞാൻ കാണിച്ചു കൊടുക്കാം. എന്തോ വിമല കുഞ്ഞമ്മ എന്താ പറഞ്ഞേ? ദേ ഈ പരിഹാസം എനിക്ക് ഇഷ്ടമല്ല, പറഞ്ഞേക്കാം. നീ ഊണ് കഴിക്കാൻ വരുന്നോ ഇല്ലയോ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? വിശപ്പില്ലാത്തൊരു ഉണ്ണണ്ട. നീ തുടങ്ങിയില്ലേ? ചേട്ടത്തി എവിടെ? അവക്ക് ഭയങ്കര തലവേദന, പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞു. അല്ലെങ്കിലും ഭാര്യ ഭർത്താവിന്റെ ബെറ്റർ ഹാഫ്, നല്ല പാതി എന്നാണല്ലോ പറയാറ്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ കഴിച്ചാലും മതി. നീ കല്യാണം കഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവൾ ഒരിക്കലും ജോലിയുള്ളവളായിരിക്കരുത്. നിന്നേക്കാളും സാമ്പത്തിക ശേഷിയുള്ളവളും ആയിരിക്കരുത്. ചേട്ടത്തെ ഞാൻ വിളിക്കട്ടെ? ഞാൻ പറഞ്ഞത് എന്റെ കാര്യമല്ല, പിന്നെ എന്റെ കാര്യമായിരിക്കും. എല്ലാം ഞാൻ കേട്ടു. വിശന്നപ്പോ എഴുന്നേറ്റ് വന്നതായിരിക്കും അല്ലേ? ഷോ, നിങ്ങളുടെ ഈ ഒത്തുകളി കണ്ട് കണ്ട് ഞാൻ മടുത്തു. ചിലപ്പോ എനിക്ക് തോന്നുന്നു ഉടനെ കല്യാണം കഴിക്കണമെന്ന്, ചിലപ്പോ തോന്നും സന്യാസിക്കാവും ഭേദമെന്ന്. രണ്ടാമത് പറഞ്ഞായിരിക്കും നല്ലത്. ഞാൻ വിളമ്പിത്തരാം. വേണ്ട വേണ്ട, നാളെ മുതലാവട്ടെ ഈ വീട്ടിൽ വെച്ച് കുടിക്കുന്ന എനിക്കൊന്ന് കാണണം. ആഹാ, ഇതിനായിരുന്നു ഉടക്ക്. അയ്യേ, ആണുങ്ങളായ അല്പം സ്മോളൊക്കെ അടിക്കണ്ടേ? എന്ന് വെച്ച് നീ ആണാകാൻ വേണ്ടി സ്മാളൊന്നും അടിക്കണ്ട. എന്താ വിമലേ? ആരാണ്? എന്താ വേണ്ടത്? ശ്രീനിവാസൻ നായർ എന്ന അവൻ ഇവിടെയല്ലേ താമസം? എനിക്ക് അവനെ ഒന്ന് കാണണം. നിങ്ങൾ ആരാണെന്ന്? ഞാൻ തന്നെ. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ? എനിക്ക് വേറെ പണിയാണ്. അയാളോട് പുറത്ത് സിറ്റൗട്ടിൽ ഇരിക്കാൻ പറയരുതായിരുന്നോ? നിനക്കെന്തറിയാടി പെണ്ണേ ഞാൻ ആരാണെന്ന്? എടാ ശ്രീനി. നന്ദു, എടാ കള്ളക്കഴുവണവനെ, നീ എവിടെയായിരുന്നു എത്രയും കാലം? ഞാനങ്ങ് അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നടാ. നീ എവിടെയായിരുന്നടാ പരമനാറി? പിന്നെ നീ എങ്ങനെ വന്നു, എവിടെ നിന്ന് വരുന്നു? ഞാൻ ഇന്നലെ IAFന്റെ സ്പെഷ്യൽ വിമാനത്തിൽ തിരുവനന്തപുരത്ത് വന്നിറങ്ങി. അവിടുന്ന് നേരെ ഹെലികോപ്റ്ററിൽ നിന്റെ വീട്ടുമുറ്റത്തിറങ്ങി. എടാ, നീ വലിയ എസ്റ്റേറ്റ് മാനേജരായി എസ്റ്റേറ്റ് ഉടമയുടെ ഏകപുത്രിയെ വളച്ച് കല്യാണം കഴിച്ചു, കൊച്ചിനെ ഉണ്ടാക്കി. എന്നിട്ടടാ ഒരു കല്യാണക്കുറി പോലും നീ അയച്ചില്ലല്ലോടാ പരമാ പൂപ്പൻ. മറ്റവനെ നീ എന്താടാ വിളിക്കുന്നേ? എന്താ അയക്കായിരുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ അഡ്രസ് കിട്ടണ്ടേ? അപ്പോ ഞാൻ അഡ്രസ് ഇല്ലാത്തവനാണ് എന്ന് സൂചന അല്ലേ? പണ്ട്
മിസ്റ്റർ M.K. ഗാന്ധി ഇന്ത്യ എന്ന് മേൽവിലാസം എഴുതി കത്ത് പോസ്റ്റ് ചെയ്താൽ ഗാന്ധിക്ക് കിട്ടുമായിരുന്നു. അതുപോലാണോ നീ? നിർത്ത് വാചകം നിർത്ത്. വേണമെങ്കിൽ ചക്ക വേറേലും കായ്ക്കും. ഞാൻ നിന്നെ കണ്ടെത്തിയതോ? പറ ആ ചരിത്രം പറ. പടം വരപ്പാണല്ലോ എന്റെ പണി. 3 ദിവസമായി എറണാകുളത്തൊരു വൺമാൻ ഷോ. കണ്ടവരോടൊക്കെ നിന്നെ കുറിച്ച് ചോദിച്ചു. ഒടുവിൽ വിലാസം കിട്ടി. ഇന്നലെ രാത്രി പുറപ്പെട്ടു. ബസ്സിലും ലോറിയിലും ഒക്കെയായി രാവിലെ ഇവിടെ എത്തി. ശുഭം. ചായ കുടി. എനിക്കെങ്ങും വേണ്ട നിന്റെ ചായ ഒന്നും. ചായ കുടിക്കില്ലേ? കാപ്പി ഉണ്ടോ? പിന്നീട് കാപ്പി. ആര് പറഞ്ഞു എനിക്ക് കാപ്പി വേണമെന്ന്? വേണ്ട. പിന്നെ എന്ത് വിഷമാണാ നീ കുടിക്കുന്നേ? നീ ആ കുപ്പിങ് എടുക്ക്. ഒരു സ്മോൾ അടിക്കട്ടെ. ഇന്നലെ ഇച്ചിരി അധികമായിപ്പോയി. അതിന്റെ കെട്ടിപ്പോഴും വിട്ടിട്ടില്ല. ഇതെന്താ മദ്യഷാപ്പോ? കാലത്തെ നേരം വെളുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ഒന്ന് കുപ്പി ഇടാന്ന് പറയുമ്പോ കുപ്പി എടുക്കാൻ. എന്നാ ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോയി ഒരു സ്മോൾ അടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിങ്ങ് വരാം. ഇടാ നന്ദു, ഞാനിപ്പോ പഴയപോലുള്ള വെള്ളമൊടിയൊന്നുമില്ല. ഇവിടെ സ്റ്റോക്ക് ചെയ്യാറുമില്ല. നീ കുറച്ചേരം ഇരിക്കും. നമുക്ക് ഒന്നിച്ച് പുറത്തേക്കിറങ്ങാം. ഇതെന്റെ അനിയൻ സതീഷ്. അല്ല, BCom ഫൈനൽ ഇയർ പഠിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് 1ാം ക്ലാസ് മുതൽ കോളേജ് വരെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാ. ഇവനിപ്പോ വലിയ ചിത്രകാരനൊക്കെ ആയിപ്പോയി. വേൾഡ് ഫേമസ്. കേട്ടിട്ടില്ലേ? നന്ദകുമാർ. അതിരിക്കട്ടെ. നിന്റെ ചരക്കിനെ ഒന്ന് വിളി, കാണട്ടെ. ഇരട്ടെ, വിമല വിളി. അല്ല, നീ കല്യാണം കഴിച്ചില്ലേ? എന്താണ് കാണിച്ചിരിക്കുന്നത്? എടാ ശ്രീനി, മരണത്തോടെ മനുഷ്യന്റെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കുന്നു. വിവാഹത്തോടെ എല്ലാ സുഖങ്ങളും. ഞാൻ കുറച്ചാളും കൂടി ഒന്ന് സൂചിച്ചോട്ടേ. ഇതാണ് എന്റെ പ്രിയതമ വിമല, ഡോക്ടർ വിമല. വിമലെ, ഇത് നന്ദു, എന്റെ ബാല്യകാല സുഹൃത്ത്. ഇപ്പൊ വലിയ ചിത്രകാരനൊക്കെയാണ്. ഇന്റർനാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ സ്ത്രീയെ ഞാൻ നേരത്തെ കണ്ടതാണ്. ഞാൻ വിചാരിച്ചു നിന്റെ അമ്മായിയമ്മയാണെന്ന്. അവൻ ഇത്തരം വർത്തമാനങ്ങളെ പറയൂ. ഫലിതം പറയുകയാണെന്നാണ് അവന്റെ ധാരണ. ഇഡിയറ്റ്. നീ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ഫലിതമൊന്നുമല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ്. ഒരു മയവും മര്യാദയും ഇല്ലാത്ത പെരുമാറ്റവും സംസാരവും. നിന്റെ ഈ വേഷവും പ്രവൃത്തവും കണ്ട ആർക്കാടാ മര്യാദക്ക് പെരുമാറാൻ തോന്നുക? വിവരമുള്ളവർക്ക്. നീ വേഗം പോയി കുളിച്ച് റെഡിയാ. നിനക്ക് കുളിക്കൊന്നും വേണ്ടേ? വേണ്ട. എന്നാ ഒരു 5 മിനിറ്റ് ഞാനിപ്പോ വരാം. എനിക്ക് പാലൊഴിക്കാത്തൊരു കാപ്പി തരാമോ? തരാം. എങ്കിൽ വേഗം വേണം. Woman, what a creation. What's folly?